നമസ്കാരം. ജാക്സൺ യോഗത്തിയ. നമ്മള് മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രിയാണ്. അവര് SIR വിഷയത്തില് ഒരു ഡയറക്റ്റ് എൻട്രി സുപ്രീം കോടതിയിലേക്ക് വരുന്നു. അപ്പോ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ബേസിക്കലി നുണ വിറ്റ് ജീവിക്കുന്നവരാണ്. രാഷ്ട്രീയക്കാര് വലിയ നുണകൾ വിറ്റ് ജീവിക്കുന്നവരാണ്. ആ വലിയ നുണക്കാരെ വിറ്റ് ജീവിക്കുന്നവരാണ് മാധ്യമങ്ങൾ. ഇതാണ് അതിന്റെ വലിയ പ്രശ്നം. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ എന്താണോ നടക്കുന്നത് അതിനെ ആവശ്യമായ രീതിയിൽ പൊടിപ്പും തൊങ്ങലും നുണയും അസത്യവും അർദ്ധസത്യവും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ട് നമുക്ക് തരും. സത്യത്തിൽ ഈ മീഡിയകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ ചോദിക്കുന്നു. അവര് വക്കീലൊക്കെ ആയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അണ്ട് അവര് വക്കീലായിട്ട് നേരെ പോവല്ല ചെയ്യുന്നത്. ഇവരവിടെ പോയിട്ട് 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ കോടതി അവരോട് പറയാണ്, നിങ്ങളുടെ വക്കീൽ എനിക്ക് രാജീവ് ധവാനോ സംതിങ് ഉണ്ടല്ലോ, അയാൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്, അയാൾ കാര്യങ്ങൾ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് മമതാ ബാനർജിയെ ഒതുക്കി വക്കീലും ജഡ്ജിയും അവര് കേസിന്റെ വിഷയങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന സംഭവം അവര് ഡീൽ ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ഒരു വാർത്ത സൃഷ്ടിച്ചു. അവിടെ പോയി ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. ഞാൻ ഇത് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അതിനപ്പുറത്തേക്ക് ഒരു ജുഡീഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ഒരു വക്കീൽ എന്ന നിലയിൽ ആർഗ്യൂ ചെയ്യല്ല. അവരുടെ കൂട്ടത്തിൽ പോയി അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ആ പറഞ്ഞത് കേട്ടപ്പോ കോടതി പറഞ്ഞു, ഓക്കെ, ഇനി നിങ്ങളുടെ വക്കീൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിന് പക്ഷെ നമ്മൾ ആഘോഷിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ നോക്കാണ്. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? പറയാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGPയും അല്ലെങ്കിൽ AGയും എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ജനറൽ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ നിർത്തിയിട്ടുള്ളത്. ഇവർക്ക് പറയാനുള്ളത് നിയമത്തിന്റെ വ്യവസ്ഥ രീതികളില് കോടതി ഭാഷകളില് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. അതിന് മുഖ്യമന്ത്രി കോട്ടിട്ട് പോകേണ്ട കാര്യമില്ല. ഇനി പോയിട്ട് തന്നെ ഇതൊരു വിജയകരമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. പക്ഷെ നമുക്ക് ഒരു രാഷ്ട്രീയ കോരിത്തരിപ്പുകൾ എന്താ പറയുക വാർത്ത എന്ന് പറയുന്ന സ്ഥലം വെറുതെ ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് വരാനില്ല. ഇത് തന്നെ അവരുടെ വക്കീല് പോയി അവിടെ സംസാരിച്ചത് വന്നതന്നെ. പക്ഷെ ചാനലുകളിൽ മുഴുവൻ വാർത്ത നിറയ്ക്കാൻ മീഡിയ അറ്റൻഷനും ജനങ്ങളുടെ അറ്റൻഷനും കിട്ടാൻ മാത്രമാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. താങ്ക് യു.